1/x/1/y/1/z എന്ന് പറയുന്നത് 2:3:5 ആയാൽ x/y/z എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. x/y/z ചോദിച്ചാൽ ഇതിൻ്റെ നേരെ വ്യുൽക്രമം അങ്ങ് എടുത്താൽ മതി. അതായത് 2ൻ്റെ വ്യുൽക്രമം എത്ര? 1/2. 2 എന്ന് പറയാൻ 2/1, അതായത് 1/2 ഇത് നേരെ തിരിച്ചിട്ടാണ് 3/1 എന്നുള്ള 1/3 1/5. ഇനി 2, 3, 5 അവയുടെ LCM എത്ര വരും? 3 കൂടെ ഗുണിക്കുക. ഇത് പൊതുഘടകങ്ങളില്ലാത്തതുകൊണ്ട് വെറുതെ അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. 2, 3, 5 ഗുണിക്കുമ്പോൾ 30 വരും. 1/2 × 1/2 × 30 എല്ലാത്തിനും LCM ഇട്ടാൽ ഗുണിച്ചാൽ മതി. 1/3 30 1/5 30. ഇനി കട്ട് ചെയ്യാം. 10 6 1 × 15 15 1 × 10 10 1 × 6 15 10 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1/x/1/y/1/z എന്ന് പറയാൻ 2:3:5 ആയാൽ x/y/z എത്ര? അതിൻ്റെ വ്യുൽക്രമം അങ്ങ് എടുത്താൽ മതി ഓരോന്നിൻ്റെ. 2/1 1/2 3/1 1/3 5/1 ഇതിൻ്റെ വ്യുൽക്രമം 1/5. ഇനി നമുക്ക് ഇതിൻ്റെ 3ൻ്റെ LCM എത്രയാണ്? 2, 3, 5 പൊതുഘടകങ്ങളില്ലാത്തതുകൊണ്ട് വെറുതെ അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. 3 കൂടെ ഗുണിക്കുമ്പോൾ 30 കിട്ടും. അതായത് നമുക്ക് ഈ 1/2 × 30 1/3 × 30 1/3 × 1/5 × 30. ഇത് കട്ട് ചെയ്യുമ്പോൾ 2 15 3 10 6 15 10 6 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം.